ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് ഡയമെൻഷണൽ അനാലിസിസ്. അതായത് മാസിന് കിലോഗ്രാം, ലെന്തിന് മീറ്റർ, ടൈം സെക്കൻഡ്. ഈ സിസ്റ്റം ഓഫ് യൂണിറ്റിന് പറയുന്ന പേരാണ് SI യൂണിറ്റ്സ്. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി ലോകവ്യാപകമായി അക്സെപ്റ്റ് ചെയ്ത യൂണിറ്റാണ് SI യൂണിറ്റ്സ്. അതിൽ മാസ് കിലോഗ്രാം ആണ്, ലെന്ത് മീറ്ററാണ്, ടൈം സെക്കൻഡാണ്. ഇത് വെച്ച് നമ്മൾ വെലോസിറ്റിക്ക് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നു, ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരുന്നു, ഫോഴ്സ് ന്യൂട്ടൺ എന്ന് പറയുന്നു. അതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് വെലോസിറ്റി എഴുതുക. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലോ. അന്നേരം ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ലെന്തിന് ഈക്വലാണ്. ദൂരം ലെന്തിന് ഈക്വലാണ്. അതിൻ്റെ യൂണിറ്റാണ് മീറ്റർ. നമുക്ക് ഡയമെൻഷൻ മാത്രം എഴുതിയാൽ മതി, താഴെ എഴുതിയിരിക്കുന്നത് യൂണിറ്റ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ബോക്സ് വരയ്ക്കുക. അന്നേരം ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എഴുതുന്നത് എൽ. പിന്നീട് ടൈമിന് സെക്കൻഡാണ്, നമ്മൾ ഡയമെൻഷനാണ് എഴുതേണ്ടത് T. അന്നേരം വെള്ളത്തെ L എഴുതി. T എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ T⁻1 എന്നാണ്. അന്നേരം T⁻1 ഇങ്ങനെ 1/T എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. T⁻1 മേളിലോട്ട് വരുമ്പം T⁻−1. അതുപോലെ T⁻2 മേളിലോട്ട് വരുമ്പം ആ മൈനസ് അങ്ങ് കളയണം, പ്ലസ് ആവും, T² വരും. അതായത് താഴത്തെ മേളിലോട്ട് വരുവാണെങ്കിൽ സൈൻ അങ്ങ് മാറ്റിയേക്കണം. അതുപോലെ കണ്ടോ, T മേളിലോട്ട് വരുമ്പം ഇവിടെ +1 ആയിരുന്നു, ഇതങ്ങ് -1 ആയി. അന്നേരം L ഇവിടെ T⁻−1. അന്നേരം Lന് നമുക്കറിയാം യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. ടൈമിന് സെക്കൻഡ്, S⁻−1. S⁻−1 എന്ന് വെച്ചാൽ എന്താണ്? S⁻−1 ഇവിടെ T⁻−1 1/T ആയതുപോലെ S⁻−1 എന്താണ്? ബൈ S വരും. അന്നേരം മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് മീറ്റർ MS⁻1. അടുത്തത് ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി ബൈ ടൈമാണ്. അതായത് വെലോസിറ്റിക്ക് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തിയുകൊണ്ട് ഡയമെൻഷൻ കൊടുക്കാം. L⁻⁻1 ബൈ ടൈമിന് T. നമ്മളിവിടെ നോക്കിയേ, ഈ ഒരു പോർഷൻ നോക്കുമ്പം 1/T മേളിലോട്ട് വരുമ്പോൾ എന്ത് വരും? T⁻−1. അന്നേരം മേളത്തെ ആദ്യം എഴുതുക, LT⁻−1 ഇൻറ്റു T⁻−1. ഇതിനെ എഴുതുമ്പം -1 ആകുമ്പം രണ്ടും കൂട്ടുക, ഒരേ സൈനാണ്, രണ്ടും കൂട്ടുക, 1 + 1 2, സൈൻ എന്താണ്? -2. അന്നേരം L ഇൻറ്റു T⁻−1 -2. ഇതിനെയാണ് നമ്മൾ T⁻−2 താഴോട്ട് വരുമ്പോൾ എന്തായി? LT². ഇതിനെ നമുക്ക് എല്ലിൻ്റെ സ്ഥാനത്ത് എന്താണ്? യൂണിറ്റ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. ഇതിനെയാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമ്മൾ എഴുതുന്നത്. പിടികിട്ടിയല്ലോ. ഈ മീറ്റർ പെർ സെക്കൻഡിനെയാണ് MS⁻−1 എന്ന് എഴുതിയത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? MS⁻², ഇവിടെ S കൊടുത്തിട്ട് T⁻S⁻−2 ഇങ്ങനെ എഴുതാം. ഇനി ഇത് രണ്ടും വെച്ച് കിട്ടുന്നതാണ്. ഇനി നമുക്കടുത്തത് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമ്മുടെ ഇവിടെ ആക്സിലറേഷൻ കണ്ടെത്തുമ്പം ഡയമെൻഷനാണ് വേണ്ടത്. ഡയമെൻഷൻ MLT ഡയമെൻഷനിൽ L⁻². ആക്സിലറേഷൻ. മാസ് അറിയാം, മാസ് എന്താണ്? കിലോഗ്രാം. അന്നേരം നമുക്ക് ഡയമെൻഷൻ കൊടുക്കുകയാണ്. മാസ് സ്മോൾ m ആണെങ്കിൽ ഇവിടെ M ക്യാപിറ്റൽ കൊടുക്കുകയാണ്, ഇൻറ്റു ആക്സിലറേഷൻ ഇങ്ങനെ കണ്ടെത്തിയത് എത്ര? L⁻². L⁻². അന്നേരം ഇപ്പോൾ ഒരു സംശയം വരും,
മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. എല്ലിൻ്റെ മീറ്റർ. ടൈം സെക്കൻഡ്. S⁻². താഴോട്ട് നമ്മൾ എഴുതുമ്പം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണല്ലോ S⁻². അതായത് S⁻² താഴോട്ട് എഴുതുമ്പോൾ 1/s². അന്നേരം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഈ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ. സയൻറ്റിസ്റ്റിൻ്റെ പേരായതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്ററാണ് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കൊടുക്കുന്നത്, ന്യൂട്ടൺ. അന്നേരം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത് വിളിക്കുന്നത്? ന്യൂട്ടൺ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ഒരു ഇതെന്ന് വെച്ചാൽ പ്രഷർ കാണാം. പ്രഷറിൻ്റെ ഇക്വേഷൻ, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഏരിയയുടെ നിങ്ങൾക്കറിയാം, ഏരിയയുടെ ഡയമെൻഷൻ എടുക്കുമ്പം മീറ്റർ സ്ക്വയർ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അതിനകത്ത് ലെന്ത് ഇൻറ്റു ബ്രെത്ത് ആയാലും അത് രണ്ടും ലെന്താണ്. ഇപ്പം ലെന്ത് ഇൻറ്റു ബ്രെത്ത് എന്ന് പറഞ്ഞാലും ലെന്താണ്, A² എന്ന് പറഞ്ഞാലും L² എന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഏരിയയുടെ ഡയമെൻഷൻ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് L² ആയിട്ട് വരും. ഇനി ഈ പ്രഷറിൻ്റെ കാണുമ്പം പ്രഷർ ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. M L T⁻²L² താഴെ ഏരിയയുടെ. ഇനി അടുത്ത ഡയമെൻഷൻ അനാലിസിസ് ചെയ്യുമ്പം M × L. ഈ L² മേളിലോട്ട് പോകുമ്പം ഇവിടെ 2 ആണ് എക്സ്പോണൻറ്റ്, അതങ്ങ് -2 ആവും. ഇൻറ്റു L⁻² ഇൻറ്റു T⁻². അടുത്ത സ്റ്റെപ്പ് ഇവിടെ 1 ഉണ്ടല്ലോ, 1ഉം -2ഉം. എല്ലിൻ്റെ ഇക്വേറ്റ് ചെയ്യണം, 1ഉം -2ഉം. അന്നേരം 1 -2 എന്ന് പറയുമ്പം -1. M L⁻⁻1 T⁻². അന്നേരം മാസ് കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ ആണ് പ്രഷർ. അന്നേരം നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നമ്മളിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? mL T⁻² ആണ്. അതിൻ്റെ യൂണിറ്റ് നമ്മൾ ന്യൂട്ടൺ എന്നാണ് പറയുന്നത്. ന്യൂട്ടൺ പെർ L² എന്ന് പറയുമ്പം മീറ്റർ സ്ക്വയർ. പ്രഷറിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ